ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലാണ്. ഇവിടെ മലപ്പുറം ജില്ലയിലെ ചേളാരി ബിൽഡിംഗ് ഡിസൈനേഴ്സ് നിർമ്മിച്ച മനോഹരമായൊരു ഇന്റർലോക്ക് ഭവനമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. 1500 സ്ക്വയർ ഫീറ്റിൽ 3 കിടപ്പുമുറികളോട് കൂടി നിർമ്മിച്ച ഈ വീടിന് ഏകദേശം 27 ലക്ഷം രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത്. ഈ മനോഹര ഭവനത്തിന്റെ വിശേഷങ്ങൾ കാണാം ഇന്ന് ബഡ്ജറ്റ് ഹോംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്. ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ ഷിബിൻ. ഞങ്ങൾ ഒറ്റ നിലയുള്ള ട്രഡീഷണൽ വീട് മോഡൽ അന്വേഷിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഇൻറ്റീരിയർ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 26.5 lakhs ആണ്. ഇങ്ങനെ ഒരു നല്ലൊരു വീട് ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്ന ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ ഭാരവാഹി മുരളീധരൻ സാറിനും നന്ദി. ശ്രീ സാജൻ ശ്രീലേഖ ദമ്പതികളുടെ ശ്രീകൃഷ്ണ എന്ന ഈ വീട് 6 സെന്റ് ഭൂമിയിലാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. വീടിന്റെ അതേ നീളത്തിൽ 33 അടിയോളം വരുന്ന വരാന്തയാണ് ഈ വീടിന്റെ പ്രധാന ആകർഷണം. ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഒരുക്കിയിരിക്കുന്നത് ഗ്രേയും വൈറ്റും കളർ കോമ്പിനേഷനിലാണ്. ഈ വീടിന്റെ റൂഫിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. പൂർണ്ണമായും കോൺക്രീറ്റ് റൂഫിംഗ് ആണ് ഈ വീടിന് ചെയ്തതെങ്കിലും വീടിന്റെ ഫ്രണ്ടിലുള്ള സിറ്റ് ഔട്ടിന്റെ പോർഷനും പിറകിലുള്ള ഭാഗവും ഫ്ലാറ്റ് റൂഫിംഗ് ചെയ്തപ്പോൾ സെന്റർ പോർഷൻ സ്ലോപ്പ് റൂഫാണ് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് കോൺക്രീറ്റ് ഓടുകൾ വിരിക്കുകയും ചെയ്തിരിക്കുന്നു. നീളമുള്ള 2 സ്റ്റെപ്പുകളാണ് നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറാനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയ ഗ്രാനൈറ്റ് ആണ്. ഇവിടെ 2 വശങ്ങളിലായിട്ട് പ്ലാന്റർ ബോക്സുകൾ കൂടി നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഇരിപ്പിടത്തിന്റെ താഴെയായിട്ട് 2 ഷൂ റാക്കുകൾ കൂടി ഇൻബിൽട്ട് ആയി കൊടുത്തത് നമുക്കിവിടെ കാണാം. പുതിയൊരു വീട് എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ ഗ്രഹനാഥനും ഗ്രഹനാഥയും ട്രഡീഷണൽ വീടുകളാണ് സെലക്ട് ചെയ്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് അവർ എത്തിച്ചേർന്നത്. ധാരാളം ബഡ്ജറ്റ് വീടുകളുടെ വീഡിയോകൾ കണ്ട ശേഷമാണ് ഈ ഒരു പ്ലാനിലേക്ക് അവർ എത്തിച്ചേർന്നത്. സാധാരണ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു കാര്യമാണ് 6 സെന്റ് പ്ലോട്ടിൽ ഈ വീട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്ലോട്ടിനനുസരിച്ച് നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ വിസിറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ പ്ലാൻ സെറ്റ് ചെയ്യാറുള്ളത്. 4 സ്ക്വയർ പില്ലറുകളാണ് ഈ നീളൻ വരാന്തയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇതിന് മുകളിൽ സിമന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്ത ശേഷം കരിങ്കല്ലിന്റെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടാണ് ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വീടിന്റെ ജനലുകളെല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് GI കൊണ്ടാണ്. ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന ജനലുകളെല്ലാം തന്നെ വുഡൻ പെയിന്റിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ നീളൻ വരാന്തയിലുടനീളം ജിപ്സം ഫാൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. പഴയകാല തറവാട് വീടുകളിൽ കാണുന്ന പോലുള്ള അറക്കൂട്ട് ഡിസൈൻ ചെയ്ത് മരത്തിന്റെ പെയിന്റിംഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ പ്രധാന വാതിലും കട്ടിളയും മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. നീളമുള്ള ഈ ഒരു ഹാൻഡിൽ വാതിലിനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വീടിന്റെ അകത്തേക്ക് കടക്കാം. പ്രധാന വാതിൽ കടന്ന് നമ്മൾ എത്തുന്നത് 20x10 സൈസിലുള്ള വലിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. സാധാരണ കാണുന്നതിൽ വ്യത്യസ്തമായിട്ട് ഈ ഒരു വലിയ സ്പേസിനെ 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോമൽ ലിവിംഗ് ഏരിയ ആണ് നമ്മൾ വാതിൽ കടന്നു വരുമ്പോൾ തന്നെ കാണുന്നത്. അതിനോട് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് TV സ്പേസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു സോഫ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിനോട് ചേർന്നിട്ടൊരു ചെറിയ പൂജാ സ്പേസും നൽകിയിരിക്കുന്നു. ഈ വീടിന്റെ ഗ്രഹനാഥന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള സെപ്പറേഷൻ ഇവിടെ കൊടുക്കുന്നതിനുള്ള കാരണം. പിന്നെ ഈ വീട്ടിലേക്ക് കടന്നപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മളുടെ നോട്ടം എത്തുന്നത് എന്ന് പറയാൻ പറ്റുന്ന ഒന്ന് സീലിംഗ് ആണ്. സാധാരണ കാണുന്നതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു സീലിംഗ് രീതിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ സിറ്റ് ഔട്ട് വരുന്ന ഭാഗം അതുപോലെ കിച്ചൺ വരുന്ന ഭാഗത്തിന്റെ റൂഫിംഗ് എല്ലാം ഫ്ലാറ്റ് റൂഫാണ്. എന്നാൽ സെൻറ്റർ പോർഷൻ വരുന്ന ഈ ഒരു ഭാഗമെല്ലാം സ്ലോപ്പ് റൂഫാണ്. അതിന് ജിപ്സം ഫാൾ സീലിംഗ് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഒരു ഫാൾ സീലിംഗ് ഡിസൈനിന് പകരം ഈ സ്ലോപ്പ് റൂഫ് അതുപോലെ നിലനിർത്തിയിട്ടുള്ള ഒരു ഫാൾ സീലിംഗ് ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ ചെയ്യുന്ന ആ ജിപ്സം ഫാൾ സീലിംഗിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡിസൈന് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നമ്മുടെ ഇന്റീരിയറിന് വളരെ എലഗന്റ് ആക്കുന്നതിന് ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ലൈറ്റിന്റെയും വുഡിന്റെയും മനോഹരമായ ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ ഇന്റീരിയർ പൂർണ്ണമായും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ലിവിംഗ് സ്പേസിൽ നമ്മൾ കടന്നെത്തുന്നത് ഈ ഒരു ഹാൾ സ്പേസിലേക്കാണ്. ഏകദേശം 20x10 സൈസിലാണ് ഒരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് ഡൈനിങ് ഏരിയ വരുന്നത്. കൂടാതെ മറ്റ് 3 ബെഡ്റൂമുകളിലേക്കും കിച്ചണിലേക്കും ഒക്കെയുള്ള എൻട്രി വരുന്നത് ഈ ഒരു സ്പേസിൽ നിന്നാണ്. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങി ഹാളിലാണെങ്കിലും മറ്റ് ബെഡ്റൂംസിലാണെങ്കിലും എല്ലാം ഒരേ ടൈല് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കിച്ചണിൽ മാത്രമേ വ്യത്യാസമുള്ളൊരു ടൈൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് 6x4 സൈസിൽ വരുന്ന ഗ്ലോസി ഫിനിഷിങ്ങോട് കൂടിയ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈലാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം.
ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 12x10 സൈസിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിന് ഈ ഒരു വശത്തായിട്ട് നമ്മൾ ഫ്രണ്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ 3 പുള്ളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വശത്തായിട്ട് ബെഡിന്റെ 2 സൈഡിലായിട്ട് സിംഗിൾ വിൻഡോസും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വശത്തായിട്ടാണ്. ഹാൾ സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ 3 പുള്ളിയുടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്നാണ് ഓപ്പൺ കിച്ചൺ മാതൃകയിലുള്ള നമ്മുടെ ഈ വീടിന്റെ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 ബാർ ചെയറുകളും നൽകിയിരിക്കുന്നു. കിച്ചണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച ടൈല് വ്യത്യസ്തമാണ്. ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്ന മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലൂ ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റുകളെല്ലാം തന്നെ ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയയും അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് അടുപ്പും നൽകിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ഫേസ് ചെയ്യുന്ന രീതിയിൽ 3 പുള്ളിയുടെ ഒരു വിൻഡോ കൂടി നൽകിയിരിക്കുന്നു. തൊട്ടടുത്തായിട്ട് ഫ്രണ്ട് ഡോറിന്ന് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ വീടിന്റെ ഏകദേശം സെന്റർ പോർഷനിലാണ് ഈ വീടിന്റെ സ്റ്റെയർ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കിച്ചന്റെയും ഈ ഒരു ബെഡ്റൂമിന്റെ എല്ലാം റൂഫിംഗ് ഫ്ലാറ്റ് റൂഫാണ്. അവിടേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ ആയിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ ഒരു ചെറിയ സെപ്പറേഷൻ കൂടി അവിടെ നൽകിയിട്ടുണ്ട്. നമ്മളെ പ്ലോട്ടിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്ന മഹാഗണി ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റെയറിന്റെ സ്റ്റെപ്സ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ ഫ്രെയിം GI കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണെങ്കിലും വുഡന്റെ പെയിന്റിങ് അവിടെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹാൻഡ്രിലിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിന്റെ ഫസ്റ്റ് ലാൻഡിങ്ങിൽ നിന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളെ 2ാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ റൂഫിംഗ് ഏരിയ ആണ് ഈ രീതിയിലേക്ക് ഇവിടെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് വീടിന്റെ ഇന്റീരിയർ വാൾസിനെല്ലാം നൽകിയിരിക്കുന്നത്. നമ്മുടെ മറ്റ് 2 ബെഡ്റൂമുകളുടെ ഡോറുകൾ വരുന്നത് ഇതാ ഇവിടെ ആയിട്ടാണ്. അപ്പൊ അവിടേക്ക് എൻ്റർ ചെയ്യുന്ന ഈ ഒരു വാള് ഇന്റർലോക്ക് ബ്രിക്സ് അതുപോലെ നിലനിർത്തി എക്സ്പോസ് ചെയ്ത് ഒരു ടെറാക്കോട്ട പെയിന്റ് നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് 2ാമത്തെ ബെഡ്റൂം കാണാം. 10-11 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബ്ലൂ കളർ തീമാണ് ഈ ബെഡ്റൂമിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫാൾ സീലിംഗ് ഡിസൈൻ ആണ് ഇവിടെ റൂമിന് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് ഈ ഒരു വാർഡ്രോബുകളും അതുപോലെ ഈ സിറ്റിംഗ് സ്പേസും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വുഡിന്റെയും വൈറ്റിന്റെയും കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ നേരത്തെ സ്റ്റെയറിന് മുകളിലുള്ള ഒരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ബാത്റൂമിന്റെ മുകളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ബെഡ്റൂംസിന്റെയും ഡോറുകൾ UPVC ഡോറുകളാണ്. അപ്പൊ ആ ഡോറിന്റെ കൂടെ തന്നെ വരുന്ന ഫ്രെയിമുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്.
9-12 സൈസിൽ ഒരുക്കിയിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമാണിത്. 3 റൂമുകൾക്കും 3 കളർ കോമ്പിനേഷൻ ആണ്. ആദ്യത്തെ ബെഡ്റൂം ഗ്രീൻ ആയിരുന്നു, രണ്ടാമത്തത് ബ്ലൂ ആണെങ്കിൽ ഈ ഒരു ബെഡ്റൂം ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ വാർഡ്രോബ് തയ്യാറാക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റി ഇവിടെ നൽകിയിരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് സാജൻ, എൻ്റെ വൈഫ് ശ്രീലേഖ. എൻ്റെ ഇപ്പോൾ സ്ഥിരതാമസം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്താണ്. ഹസ്ബൻഡ് BSNL വർക്ക് ചെയ്തതാണ്. ഞാൻ സ്റ്റേറ്റ് സർവീസിൽ നിന്ന് റിട്ടയറായി. രണ്ടുപേരും റിട്ടയർ ആയതാണ്. പിന്നെ 2 കുട്ടികളാണ്. രണ്ടുപേരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഒറ്റ നിലയുള്ള ട്രഡീഷണൽ വീട് മോഡൽ അന്വേഷിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആ നമ്പറിൽ അതിൻ്റെ പ്ലാനുകളെല്ലാം ഞങ്ങൾക്ക് അതിൻ്റെ മോഡലെല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അതിൽ കണ്ട നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ സൈറ്റ് എഞ്ചിനീയർ നമ്പർ തരികയും അദ്ദേഹം ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയും സൈറ്റ് ഇൻസ്പെക്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഈ താമസ സൗകര്യം ഇത്രയും ദൂരെയുള്ള പണിക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ താമസ സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ വന്ന് ചെയ്തോളൂ എന്നാണ്. താമസ സൗകര്യം ഇവിടെ കിട്ടാൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ കുറച്ച് ലാഗ് ചെയ്തു. നമുക്ക് ഈ പണിക്കാർക്ക് വീട് തരാൻ ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ എൻ്റെ സിസ്റ്ററിൻ്റെ വീടിൻ്റെ മുകളിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റി. പിന്നെ പണിക്കാരെല്ലാം നല്ല അവരെ വർക്കിൽ നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് നമുക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ സർവീസിലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വന്ന് നോക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എല്ലാം നല്ല ഞങ്ങൾ വിചാരിച്ച രീതിയിനേക്കാളും കൂടുതൽ ഭംഗിയായി ചെയ്തു തന്നു. വൈഫിൻ്റെ ആണ് ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ തുടക്കമില്ല. കാരണം ഇതൊരു 4 കെട്ട് വീട് വയ്ക്കണമെന്നുള്ള പ്ലാനിലാണ് നീങ്ങിയത്. അങ്ങനെയാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സ് ഇങ്ങനെ കിട്ടുന്നുണ്ട് അതിലേക്ക് തിരിഞ്ഞത്. പിന്നെ അവരുടെ എൻജിനീയേഴ്സ് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ ഈ 4 കെട്ട് അത്ര അനുയോജ്യമല്ല എന്ന് അതുകൊണ്ടാണ് പിന്നെ അതേ രീതിയിൽ ഏകദേശം എന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് ഇത് ചെയ്തത്. പിന്നെ ഈ റൂഫിൻ്റെ റൂഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കണ്ടീഷനിൽ സാധാ രീതിയിലാക്കാൻ ഇൻറ്റീരിയർ ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. ഇത് മോൻ്റെ ഐഡിയ ആണ്. ഈ ഉള്ള ഏരിയ വേസ്റ്റ് ചെയ്ത് കളയണ്ട, ഫുള്ളായിട്ട് തന്നെ ഈ രീതി ചെയ്യണമെന്നുള്ളത് അതിൻ്റെ കൂടെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് എഞ്ചിനീയർ അതിനൊക്കെ ഉള്ള ഇതൊക്കെ പ്ലാനൊക്കെ കാണിച്ചു തന്ന് ഇൻറ്റീരിയർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർലോക്ക് ബ്രിക്സ് വെച്ചാണ് ഈ വീട് പണിതിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ബ്രിക്സ് വെച്ച് ആദ്യമായിട്ടാണ് ഇവിടെ പണിത്. അപ്പം ഞങ്ങൾക്ക് ആദ്യം ഇറക്കിയപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കാൻ വന്നിരുന്നു. പിന്നെ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ചൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷനായിട്ട് തോന്നുന്നു. 1 വർഷമായി ഏകദേശം വീട് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഇവിടെ ഇഷ്ടിക കണ്ടിട്ട് തന്നെ പലർക്കും സംശയമായിരുന്നു ഇത് എത്രത്തോളം ഇതാകുക എന്നുള്ള രീതിയിൽ പലരും സംശയങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി പലരും വെള്ളത്തിലിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നും ഒരു നല്ല അഭിപ്രായമാണ്. അങ്ങനെ പലരും ഇതിലോട്ട് വരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയർ ഒഴിച്ചിട്ടുള്ള കോസ്റ്റ് 26.5 lakhs ആണ് ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ കൂടുതലായി. മുരളീധരൻ സാറുമായിട്ട് സംസാരിച്ച് സാറ് കുറേ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു നല്ലൊരു വീട് ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്ന ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ ഭാരവാഹികൾക്കും സാറിനും മുരളീധരൻ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഇന്റർലോക്ക് വീടുമായി കാണുന്നത് വരെ ദിസ് ഈസ് അപർണ ഷിബിൻ സൈനിങ് ഓഫ്.